പൂർത്തിയാകാത്ത പാലം. തങ്ങളുടെ ചെറിയ കൃഷിയിടത്ത് അപ്പനോടൊപ്പം സമയം ചെലവഴിക്കാൻ ജോണിന് വളരെ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം തങ്ങളുടെ പറമ്പിലൂടെ ഒഴുകുന്ന അരുവിക്കു കുറുകെ ഒരു മറപ്പാലം പണിയാൻ അവർ തീരുമാനിച്ചു. അരുവി സുരക്ഷിതമായി കടക്കാൻ ആ പാലം എത്രമാത്രം ഉപകരിക്കുമെന്ന് ഓർത്തു ജോൺ ആവേശത്തിലായിരുന്നു. പലകകൾ മുറിച്ചും ആണി അടിച്ചും കയറുകൾ കെട്ടിയും അവർ ജോലി ചെയ്തു. ജോണിന്റെ അപ്പനായ മിസ്റ്റർ ജെയിംസ് ഓരോ ചുവടും അവനെ ക്ഷമയോട് നയിച്ചു. ഓർക്കുക ജോൺ, അദ്ദേഹം പറഞ്ഞു, നല്ല പ്രവർത്തികൾക്ക് സമയം ആവശ്യമാണ്. ഓരോ ചുവടുവെപ്പും പ്രധാനമാണ്. പണി പകുതിയായപ്പോൾ കാർമേഘങ്ങൾ ഇരുണ്ടുകൂടി. പെട്ടെന്ന് കനത്ത മഴ പെയ്തു. അതോടെ അവർക്ക് പണി നിർത്തേണ്ടി വന്നു. പകുതി പനിഞ്ഞ പാലത്തിലേക്ക് നോക്കി ജോൺ സങ്കടത്തോട് ചോദിച്ചു, അച്ഛാ, നമുക്കിതിനെ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ കൊടുങ്കാറ്റിൽ അത് ഒഴിച്ചു പോയാലോ? മിസ്റ്റർ ജെയിംസ് അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു. മകനെ, ഈ പാലം നമ്മൾ ഒരുമിച്ച് കെട്ടുമെന്ന് ഞാൻ വാക്ക് തന്നതാണ്. അത് പൂർത്തിയാകുന്നവരെ ഞാൻ പിന്മാറില്ല. തടസ്സങ്ങൾ വന്നേക്കാം, പക്ഷേ ഉപേക്ഷിക്കുക എന്നത് നമ്മുടെ വഴിയല്ല. മഴ തുടർന്ന ദിവസങ്ങളിൽ ജോൺ അപ്പന്റെ വാക്കുകൾ കുറിച്ച് ചിന്തിച്ചു. കാര്യങ്ങൾ അനിശ്ചിതത്തിൽ ആണെങ്കിൽ പോലും നമ്മളെ യഥാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾ ഒരിക്കലും തന്റെ വാഗ്ദാനം ഉപേക്ഷിക്കില്ല എന്ന് അവൻ മനസ്സിലായി. ഒടുവിൽ മഴ മാറി സൂര്യൻ തെളിഞ്ഞു. അവർ തിരികെ പാലത്തിന്റെ പണിയിലേക്ക് മടങ്ങി. ഓരോ ചുവടായി ഓരോ പലകയും ചേർത്ത് അവർ പണി പൂർത്തിയാക്കി. ഉരപ്പുള്ള ആ പാലത്തിലൂടെ കൈകൾ കോർത്ത് നടന്നപ്പോൾ ജോണിന് വലിയ സന്തോഷവും ആശ്വാസവും തോന്നി. അവൻ അപ്പനെ നോക്കി പറഞ്ഞു, അപ്പ, അന്ന് വാക്ക് തന്നതുപോലെ നമ്മൾ അത് സാധിച്ചു. ആ നിമിഷം ജോൺ വലിയൊരു സത്യം തിരിച്ചറിഞ്ഞു. ദൈവവും ഇതുപോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പാലം പൂർത്തിയാകുന്നവരെ തന്റെ അപ്പൻ കൂടെ നിന്നതുപോലെ ദൈവം തന്റെ വാഗ്ദാനങ്ങൾ ഒരിക്കലും അപൂർണമായി വിടുന്നില്ല. പാഠം: ദൈവം ഒരിക്കലും ഒരു വാഗ്ദാനവും അപൂർണമായി വിടുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ അവൻ എന്തെങ്കിലും ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റുന്നവരെ അവൻ നിങ്ങളോട് കൂടെ ഉണ്ടാകും. ഉൽപ്പത്തി 28-ാം വാക്യം. ഇതാ, ഞാൻ നിങ്ങളോടെ കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും.